ചേട്ടാ, ഒരു ടോക്കൺ വേണം. ഓക്കെ. എന്താ പേര്? പേര് നന്ദന. വയസ്സ്? വയസ്സ് 21. ഓക്കെ. ഏത് ഡോക്ടറെ കാണിക്കുന്നേ? ആയുഷ് ഡോക്ടറെ കാണിക്കണ്ടേ? അയ്യോ സോറി, ഡോക്ടർ ഇന്ന് ലീവാ. നിങ്ങൾ ശ്രീഹരി ഡോക്ടറെ കാണിച്ചോളൂ. ഇനി എന്ത് ചെയ്യും ചേച്ചി? നാളെ വന്നാൽ മതിയോ? നാളെ എന്തോ കാരണം പറഞ്ഞു വരും. ഇന്ന് ഇവൾക്ക് വയറുവേദന എന്ന് പറഞ്ഞു. ഇനി നാളെ എന്താ പറയാ? നാളെ തലവേദനയാണെന്ന് പറയാം. ഓ, നിന്റെ വയറുവേദന തന്നെ ഓവറായിരുന്നു. തലവേദന ഇനി വേണ്ട. വയറുവേദന ഓവറോ? ഞാൻ അഭിനയിച്ചതല്ലേ. അത് തന്നെയാ പറഞ്ഞത്. മിണ്ടാതിരുന്നോ നീ? ഒന്നും പറഞ്ഞില്ല. ശ്രീഹരി ഡോക്ടറെ കാണിക്കല്ലേ? ആ, കാണിക്കാം. ചേച്ചി, എന്തിനാ ഡോക്ടറെ കാണിക്കുന്നേ? ഒന്നാമത് ഇവൾക്ക് വയറുവേദനയില്ല. പിന്നെ ആ ഡോക്ടർ ഇവിടെ ഇല്ലതാനും. മിണ്ടരുത് നീ. വീട്ടിൽ കള്ളം പറഞ്ഞു പോകുന്നത് ഞാനാ. അവർ ടോക്കനും മരുന്നൊക്കെ ചോദിച്ചാൽ ഞാൻ എന്തു ചെയ്യും? ആ, അത് ശരിയാ. എന്നാ നമുക്ക് കാണിക്കാം. താൻ ആരാ? തൻ്റെ പേരെന്താ? താനെന്താ എന്നെ പോലെ ഇരിക്കുന്നേ? ആഹാ, ഞാൻ ചോദിക്കേണ്ട ചോദ്യമല്ലേ അത്? അങ്ങനെ പറയരുത്. രണ്ടുപേരും ചോദിക്കേണ്ട ചോദ്യം തന്നെയാ. മസിലിൻ്റെ കാര്യത്തിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ബാക്കിയെല്ലാം ഒരേപോലെയാ. ശരി, ഞാനെന്നാ എന്നെ പറ്റി പറയാം. എൻ്റെ പേര് കാശിനാഥ്. വീട് എറണാകുളത്താ. ജോലിയും കൂലിയൊന്നും ഇല്ലേ? ഞാൻ ബിസിനസ് ചെയ്യാം. പിന്നെ സിനിമയിലൊക്കെ പാടിയിട്ടുണ്ട്. ഓ, കാശിനാഥ്. വെറുതെ അല്ലേ ആൾക്കാർ എന്നെ കാണുമ്പോൾ കാശിനാഥല്ലേ കാശിനാഥല്ലേ എന്ന് ചോദിക്കുന്നേ? ആ, എന്നെ കാണുമ്പോഴും ചോദിക്കുന്നുണ്ട്. പക്ഷെ പേരല്ല, ഡോക്ടറല്ലേ ഡോക്ടറല്ലേ എന്നാ ചോദിക്കുന്നത്. താനീ അടുത്ത് ഹോസ്പിറ്റലിലെങ്ങാനും വന്നിരുന്നോ? ആ, വന്നിരുന്നു. ഇപ്പോഴാണ് ഞാനത് ഓർക്കുന്നത്. ഒരു ഡോക്ടർ വന്ന് എന്നോട് ഡോക്ടർ ഒന്ന് വരുമോ എന്നൊക്കെ ചോദിച്ചു. ആ, വെറുതെ അല്ല, അലൻ്റെ കാര്യം പറയുന്നേ. ഓ, എന്നാലും നിങ്ങൾ രണ്ടുപേരും ഒരുപോലെ ഇരിക്കുന്നത് എന്താ? അതെനിക്കറിയാം. ഇവരെ രണ്ടുപേരും ദൈവം ഒരുമിച്ച് പഠിച്ചതാ. പക്ഷേ ട്വിൻസ് ആക്കാൻ പറ്റിയില്ല. രണ്ടുപേരും വേറെ വേറെ ഗർഭപാത്രത്തിലേക്കാണ് പോയത്. ആണോ? മിണ്ടാതിരിയടാ. തമാശയാണെന്ന് അറിയാനുള്ള ബുദ്ധി പോലുമില്ല. ഓ, അത് തമാശയായിരുന്നോ? അപ്പോൾ നെക്സ്റ്റ് മീറ്റ് കാശ്നാഥ്. മൈ നെയിം ഈസ് ആയുഷ് മാധവ്. അപ്പം ഇത് ഇവനെൻ്റെ ഫ്രണ്ടാ, മഹേഷ്. ഡോക്ടർ തന്നെയാ. ആഹാ, ഡോക്ടർ തന്നെയാണോ? പക്ഷെ കണ്ടാ പറയില്ല. പിന്നെ എന്തോ പറയും? ഒന്നും പറയില്ല. അതെന്തൊന്നും പറയാത്തത്? മതി. ഇവന്മാരെനിക്ക് പണിയാകും. ഞങ്ങളിവിടെ വാടകയ്ക്ക് താമസിക്കാൻ വന്നതാ. ഇവിടെ വർമ്മ സാറില്ലേ? ആ, അങ്കിളകത്തുണ്ട്. അപ്പം നിങ്ങളാണല്ലേ ഇവിടെ വാടകയ്ക്ക് താമസിക്കാൻ വന്നത്? ആ, അതെ. എന്തേ? അല്ല, അങ്കിള് പറഞ്ഞിരുന്നു 3 പേര് വാടകയ്ക്ക് താമസിക്കാൻ വരുന്നുണ്ടെന്ന്. 3 ആളുണ്ടെന്ന് പറഞ്ഞിട്ട് മൂന്നാമനെവിടെ? അവൻ്റെ OP ഈ നേരത്താ. ഞങ്ങൾ രണ്ടുപേരും പിന്നെ ലീവാ. അവൻ വൈകുന്നേരത്ത് വരാമെന്ന് പറഞ്ഞു. ഓ, എങ്കി വാ, അങ്കിളകത്തുണ്ട്. ഇന്ന് നിങ്ങളുടെ ക്ലീനിങ് നടക്കുന്നുണ്ടാവില്ല അല്ലേ? ഞങ്ങൾ ചെയ്തോളാം. മധു മയൂരി ഇങ്ങ് വരട്ടെ. കാശി, നീ പറഞ്ഞില്ലല്ലോ. നീ ട്വിൻസാണെന്ന് ഞങ്ങളോടൊന്നും പറഞ്ഞില്ലല്ലോ. എൻ്റെ അങ്കിളെ ഞാനെന്നെ ഇപ്പോഴാണ് അറിയുന്നേ. അതെന്താ മോനെ അങ്ങനെ? എൻ്റെ അങ്കിൾ, ഞങ്ങൾ ട്വിൻസൊന്നുമല്ല. ഞാനിവനെ ഇവിടെ വെച്ച് ആദ്യമായിട്ട് കാണുന്നേ. ഞാൻ ആയുഷ് മാധവ്. ഇവൻ മഹേഷ് വാര്യർ. ഞങ്ങൾ ഡോക്ടറാ. ഇവിടെ വാടകയ്ക്ക് താമസിക്കാൻ വന്നതാ. ഓ, നിങ്ങളാണോ? ഒരാളും കൂടി ഉണ്ടെന്ന് പറഞ്ഞിട്ട്? ആ, ഒരാളും കൂടി ഉണ്ട്. അവന് ഈ നേരത്തെ OP. അവൻ വൈകുന്നേരത്ത് വരുന്ന പറഞ്ഞ. ഓ, എങ്കിൽ ആ കാണുന്നത് വീട് കയറിക്കോളൂ. പിന്നെ മക്കളെ, ഇവർ രണ്ടുപേരും അവിടെയാണ് താമസിക്കുന്നത്. നാളെ ആകുമ്പോഴേക്കും മാറും. കുഴപ്പമൊന്നുമില്ലല്ലോ? ഏയ്, ഞങ്ങൾക്ക് എന്ത് കുഴപ്പം? ഇവരവിടെ താമസിച്ചോട്ടെ, ഞങ്ങൾക്കൊരു കൂട്ടാവുമല്ലോ. ഇടയ്ക്ക് ഇടിക്കുകയും അടിക്കുകയൊക്കെ ചെയ്യാലോ. മിണ്ടാതിരിയടാ. ശരി അങ്കിൾ, എന്നാൽ ഞങ്ങൾ കയറട്ടെ. എൻ്റെ ഈശ്വരാ, രണ്ടും ഒരുപോലെ ഇരിക്കുന്നു. നിന്റെ ഓരോ കളികളെ. ആഹാ, മോള് നല്ല സന്തോഷത്തിലാണല്ലോ. എന്തേ, എൻ്റെ ഏട്ടൻ വളഞ്ഞോ? ഒന്ന് പോടി അവിടുന്ന്. അതിലും വലിയ കാര്യം നടന്നോ? എന്തേ, കിസ് ചെയ്തോ? പോടി അവിടുന്ന്. അതൊന്നുമല്ല. നിന്റെ ഏട്ടനോട് എനിക്ക് ഫ്ലേർട്ട് ചെയ്യാൻ പറ്റി. വിവരമുണ്ടോടി വിവരദോഷി? ഇതാണോ വലിയ കാര്യം? നിനക്കത് വലിയ കാര്യമൊന്നും ആവില്ല. പക്ഷെ എനിക്കത് വലിയ കാര്യം തന്നെയാണ്. ഇനി അങ്ങനെ വളക്കാനുള്ള വഴികൾ ഞാൻ നോക്കും. ഫുൾ സപ്പോർട്ട് ഉണ്ടായിരിക്കും നാത്തു.
വാവ്, ബ്യൂട്ടിഫുൾ. ഇങ്ങനൊരു വീടാണ് ഞാൻ വാങ്ങാൻ തേടിക്കൊണ്ടിരുന്നത്. പക്ഷെ അങ്ങള് കൊടുക്കുമെന്നറിയില്ല. ഇതവരുടെ തറവാട് വീടാ. ഓ, ഓക്കെ. വെറുതെ പോയി. അയാളെയും കാണാൻ പറ്റിയില്ല, വീട്ടുകാരോട് കള്ളവും പറഞ്ഞു. ഒന്നും മിണ്ടാതിരിക്കോ ചേച്ചി? ആരെങ്കിലും കേട്ടാ പിന്നെ തീർന്ന്. നീ തന്നെയല്ലേ അയാളെ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയത്? അയാൾ ലീവായത് എൻ്റെ കുറ്റാണോ? ഒന്നും മിണ്ടാതിരിക്കോ രണ്ടും. മനുഷ്യന് വിശന്നിട്ട് നിൽക്കാൻ വയ്യ. ആ, ബുദ്ധി ഇല്ലാത്തവർക്ക് വിശക്കും, അതെനിക്കറിയാം. അവളെന്താ അങ്ങനെ പറഞ്ഞത്? ചേച്ചി, എനിക്കെന്താ ബുദ്ധി ഇല്ലാന്നാണ് അവൾ പറഞ്ഞിട്ട് പോയത്? എനിക്കറിയില്ല, ചെന്ന് ചോദിക്ക്, നിന്റെ ഫ്രണ്ടല്ലേ. ആഹാ, കാണിച്ചു തരാം ഞാൻ. നിങ്ങൾ രണ്ടുപേരും എന്താ ഇവിടെ? കുടുംബാണോ? അല്ല, ഇവൻ ചെറുതായിട്ടൊന്ന് കല്യാണം കഴിക്കാൻ വന്നതാ. ഇവിടെയോ? വർമ്മ സാറിന്റെ മോളാണോ? ആ, അതെ. പക്ഷെ അതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കാര്യമുണ്ട്. എന്താ അത്? ഇവനെ തേച്ചിട്ട് പോയവളെയാ ഇവൻ പെണ്ണ് കാണാൻ വന്നത്. അത് കൊള്ളാം. ഇനി ഇവന്റെ കാര്യം ഞാൻ പറയാം. ആ, പറയൂ, കേക്കട്ടെ. ഇവൻ തേച്ചിട്ട് പോയവളാണ് എന്നെ തേച്ചിട്ട് പോയവളുടെ ഏട്ടത്തി. അത് അതിലും വലിയ ഇൻട്രസ്റ്റിംഗ് ആയല്ലോ. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, അവളുടെ കല്യാണം ഉറപ്പിച്ചതാ. പോടാ അവിടുന്ന്. ഞാൻ അവളെ തന്നെ കെട്ടും. കെട്ടും കെട്ടും. അവളുടെ ഏട്ടനെ അറിഞ്ഞാലേ നിന്റെ സൂന ചെത്തും. എടാ പട്ടി, വേറെ തോണി കിട്ടിയപ്പോ നീ അതിൽ കാലിടാൻ നോക്കുന്നോ? ചുമ്മാ ഒരു രസം, അവൻ്റെ ഒരു രസം. കാശി പിണങ്ങിപ്പോയല്ലോ. ഏയ്, അതൊന്നും കുഴപ്പമില്ല. കുറച്ച് കഴിയുമ്പോൾ ഇങ്ങോട്ട് തന്നെ വന്നോളും. എന്തായി? ഡോക്ടറെ കാണിച്ചോ? എന്താ ഡോക്ടർ പറഞ്ഞത്? ഡോക്ടർ കുഴപ്പമൊന്നുമില്ല എന്നാ പറഞ്ഞേ. പിന്നെ അവിടുന്ന് തന്നെ ഒരു ഗുളിക തന്നു, അതുകൊണ്ട് വേഗം മാറി. എന്നിട്ട് അവർ രണ്ടുപേരും എവിടെ? അവർ രണ്ടുപേരും പുറത്തുണ്ട്. ശരി, പോയിട്ട് ആ റൂം ക്ലീൻ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നോക്ക്. ശരി അച്ഛാ. നീ എന്നാ അവിടെ നിന്നേടി മായൻകുട്ടി? എന്താ എന്താ വേണ്ട നിനക്ക്? നീ എന്താ നേരത്തെ പറഞ്ഞേ? എനിക്ക് ബുദ്ധിയില്ലാന്നോ? നിനക്കടി ബുദ്ധിയില്ലാത്തത്. ആ, അത് ഞാനങ്ങ് സഹിച്ചു. നിനക്കിപ്പോൾ എന്താ വേണ്ടേ? അത് തിരുത്ത്. എനിക്ക് ബുദ്ധിയില്ലാന്ന് പറഞ്ഞത് നീ തിരുത്ത്. എന്തിന്? ഞാനുള്ള കാര്യമാണ് പറഞ്ഞത്. ദേ മായൻകുട്ടി, വേണ്ട കേട്ടോ. വിശന്നിരിക്കുന്ന വായ കൊണ്ട് നീ പലതും പറയിപ്പിക്കും. എന്ത് പറയിപ്പിക്കാൻ? അതിപ്പോൾ പറയാൻ നിന്ന ഇന്നൊന്നും കഴിയില്ല. നിന്നെക്കുറിച്ചല്ലേ പറയാനുള്ളത്. ദേ നന്ദു, ഊള വർത്താനം പറയരുത് കേട്ടോ. എന്നെക്കുറിച്ച് നിനക്ക് എന്താ പറയാനുള്ളത്? ആ, അതൊക്കെ ഉണ്ട്. ഓ, മനുഷ്യൻ്റെ മനസ്സമാധാനം കളഞ്ഞിട്ട് പോകുന്ന കണ്ടോ? എക്സ്ക്യൂസ് മീ, എനി പ്രോബ്ലം? അതാരുടെ ഒരു പുതിയ സൗണ്ട്? ആ, ഇയാളായിരുന്നോ? തനിക്കെന്താ ജലദോഷമുണ്ടോ? സൗണ്ടിനൊരു മാറ്റം. അത് ഞാൻ അല്ലെങ്കിൽ വേണ്ട. എനിക്ക് ജലദോഷമൊന്നുമില്ലല്ലോ. തനിക്ക് തോന്നിയതാവും. എൻ്റെ ചേച്ചി തെറ്റിദ്ധരിച്ചു എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞാൻ അച്ഛനോടും അമ്മയോടും ഏട്ടനോടൊന്നും കാര്യങ്ങൾ പറയാഞ്ഞത്. അല്ലെങ്കിൽ തന്നെ എപ്പോഴും ഇവിടുന്ന് പുറത്താക്കേണ്ട സമയം കഴിഞ്ഞു. പറയായിരുന്നില്ലേ? എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഇപ്പോഴും തൻ്റെ അഹങ്കാരത്തിനൊരു കുറവുമില്ല. ചേച്ചി വിചാരിച്ച് മാത്രമാണ് ഞാൻ പറയാതിരിക്കുന്നത്. അയ്യടാ, അഹങ്കാരം തൊട്ട് തീണ്ടാത്തവളായി പറയുന്നത്. താൻ എന്തെങ്കിലും പറഞ്ഞോ? ഞാനൊന്നും പറഞ്ഞില്ല. ഞാൻ പോവാ, എനിക്ക് കുറച്ച് പണിയുണ്ട്. അതിനിവിടെ ആരെങ്കിലും പിടിച്ചു വെച്ചോ? എന്നാലും 2 ദിവസം കൊണ്ട് ഇയാൾക്ക് എങ്ങനെ മസിൽ വന്നത്? അങ്ങനെയൊന്നും അല്ല കാശിയേട്ട കാര്യങ്ങൾ. എനിക്ക് മനുവേട്ടനെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ മനുവേട്ടൻ എന്നെ അങ്ങനെ കണ്ടിട്ടില്ല. അപ്പോ നിങ്ങൾ രണ്ടുപേരും ഒന്ന് എവിടെ പോയതാ? ആരോടും പറയരുത്. ഞാൻ കാശിയേട്ടനോട് മാത്രം പറയാം. ഞാൻ ആരോട് പറയാൻ? ഞാൻ ആരോടും പറയില്ല. നീ പറ. ഇവിടെ എനിക്കും മനുവേട്ടനും മഞ്ജുവിനും മാത്രമേ ഇത് അറിയുള്ളൂ. നീ ഇങ്ങനെ ലാഗടിപ്പിക്കാതെ കാര്യം പറ നിധി. വീട്ടിൽ അച്ഛനും അമ്മയും ധോനിയേച്ചിയും മനുവേട്ടനെയും കല്യാണം കഴിപ്പിക്കാനുള്ള സംസാരമൊക്കെ ഉണ്ട്. അത് ഞാൻ കേട്ടപ്പോൾ മനുവേട്ടനോട് എനിക്കൊരാളെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. എന്നിട്ട്? അയാളുടെ കല്യാണം ഉറപ്പിച്ചിരിക്കുകയാണെന്നും അയാൾ എനിക്ക് കല്യാണം കഴിപ്പിച്ച് തന്നില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യുന്നൊക്കെ മനുവേട്ടനെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ട് മനുവേട്ടനെയും കൊണ്ട് ഇവിടുന്ന് മുങ്ങാന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ മനുവേട്ടൻ്റെ പെരുമാറ്റത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി മനുവേട്ടൻ എന്നെ അങ്ങനെ കണ്ടിട്ടില്ല എന്ന്. അതുകൊണ്ട് വെക്കേഷന് വീട്ടിൽ പോയ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഫ്ലാറ്റിലേക്കാണ് ഞങ്ങൾ പോയത്. എന്നിട്ട്? അവിടെ സത്യത്തിൽ ആരും ഇല്ലല്ലോ. കുറേ ബെല്ലടിച്ചു. ആരും വരുന്നില്ല എന്ന് കണ്ടപ്പോൾ മനുവേട്ടൻ അടുത്തുള്ള ആൾക്കാരോടൊക്കെ ചെന്ന് ചോദിച്ചു. അപ്പം അവൻ ഇവിടുന്ന് പോയെന്ന് പറഞ്ഞപ്പോൾ മനുവേട്ടൻ്റെ വിചാരം എന്നെ സ്നേഹിച്ചുകൊണ്ടിരുന്ന ചെറുക്കൻ എന്നെ ചതിച്ചതാണെന്നാ. ബെസ്റ്റ്. എന്തായാലും അങ്ങനെ വളക്കാനുള്ള വഴികളൊക്കെ ഇനിയും ഞാൻ നോക്കും.
എനിക്ക് അത്രയ്ക്ക് ഇഷ്ടം മനുവേട്ടനെ. നമുക്ക് ശരിയാക്കാടോ. അവൻ്റെ പാറ പോലത്തെ മനസ്സിനെ നമുക്ക് ഒരുക്കിയെടുക്കണം. ഞാൻ എടുത്ത് നിന്റെ തലയിൽ വെച്ച് തരും. തലയിലായാലും ഒക്കത്തായാലും ഞാൻ അങ്ങനെയല്ലാതെ വേറെ ആരും കല്യാണം കഴിക്കില്ല. അത് ഞാൻ തീരുമാനിച്ചതാ. അല്ല, ഈ മനുവിന് നിന്റെ ചേച്ചി ഇഷ്ടമാണോ? നിന്റെ ചേച്ചിക്ക് മനുവിന് ഇഷ്ടമാണോ? മനുവേട്ടൻ്റെ കാര്യം കൃത്യമായിട്ട് എനിക്കറിയില്ല. പക്ഷെ ചേച്ചിയോട് ചെറിയൊരു ചായവുണ്ടോയെന്ന് എനിക്കൊരു സംശയമുണ്ട്. അപ്പൊ നിന്റെ ചേച്ചിക്കോ? ചേച്ചിക്ക് വേറൊരാളെ ഇഷ്ടാ. പക്ഷെ അതാർക്കും ഇവിടെ അറിയില്ല. എങ്കിയൊരു കാര്യം ചെയ്യ്, നിന്റെ ചേച്ചിയോട് ഇവിടെ നിന്ന് ഒളിച്ചോടി പോകാൻ പറ. ഒന്ന് പോ കാശേട്ടാ, ചേച്ചി അങ്ങനെയൊന്നും ചെയ്യില്ല. വേറെന്തെങ്കിലും വഴി നോക്കേണ്ടി വരും. നമുക്ക് നോക്കാം. ഈ നിധി ഇതെവിടെ പോയി? കാണുന്നില്ലല്ലോ. എന്താടി ഇവിടെ ചുറ്റിക്കറങ്ങി നടക്കുന്നത്? എൻ്റെ വീട് എൻ്റെ കാല്, എന്തെനിക്ക് നടന്നൂടെ? അഹങ്കാരത്തിനൊരു കുറവുമില്ല. ഇന്നും കൂടിയല്ലേ ഉള്ളൂ, നാളെ ശരിയാക്കി തരാം നിനക്ക്. എന്തിനാ അവിടെ വന്ന് താമസിക്കുന്നേ? നിങ്ങൾക്ക് ഇവിടെ തന്നെ ഇങ്ങ് താമസിച്ചാൽ പോരെ? സൗകര്യമില്ലടി, നിന്റെ ചെലവൊന്നുമില്ലല്ലോ. നിരഞ്ജ, നീ ശരിക്കും എന്തിനാ ഇവിടെ വന്നത്? സൗകര്യമില്ല പറയാൻ. അമ്മേ, എന്താടി പന്നി മനുഷ്യനെ പേടിപ്പിക്കുന്നത്? ഓ, അപ്പൊ നീ പേടിച്ചു. അല്ല, ആ പോയ പുള്ളിയാരാ? നിനക്കറിയില്ലേ, നീയല്ലേ നിന്റെ ട്രെയിൻമേറ്റ് ആണെന്ന് പറഞ്ഞേ? അതെ, പക്ഷേ ഈ നിരഞ്ജനല്ലേ ആ നിരഞ്ജൻ? നിന്റെ മൗനം കണ്ടാലേ അറിയാം. എനിക്ക് അപ്പോഴേ തോന്നിയതാ. ഞാൻ പിന്നെ പറഞ്ഞില്ലാന്നേ ഉള്ളൂ. കാര്യങ്ങളൊക്കെ അങ്ങേരോട് പറയടി. ഇനി അത് മനസ്സിൽ വെച്ചോണ്ട് നടക്കണോ നീ? എത്ര വർഷമായി? വേണ്ടടി, അതൊന്നും ശരിയാവില്ല. ഈ അടുത്ത കാലത്തൊന്നും ഇവളുടെ പ്രേമം പോവാണ് ഞാൻ പോകുന്നില്ല. ഞാൻ എൻ്റെ കാര്യം നോക്കുക നല്ലത്. മനുവേട്ടൻ എവിടെയായിരിക്കും? ഹായ്, സുഖാണെന്ന് വിശ്വസിക്കുന്നു. അപ്പം ശരി, ഞാൻ പോട്ടെ. ഇങ്ങനല്ലേ നേരത്തെ ഞാൻ അവിടെ കണ്ടേ, അത് വേറെ ഡ്രസ്സില്. ഹലോ, ഒന്നാട് നിന്നേ. എന്താ മേഡം, പറയൂ. നിങ്ങളെന്താ അന്യനാണോ? എക്സ്ക്യൂസ് മീ. അല്ല, ഇത്ര പെട്ടെന്ന് ഡ്രസ്സും മാറി സൗണ്ട് മാറ്റിയൊക്കെ വരാനേ. ഓ, ആയുഷിനെ കണ്ടു കാണും. ആ അതെ, ഞാൻ അന്യൻ തന്നെയാ. ആ, അത് തോന്നി. അല്ല, അതാരുടെ കാറാ? എന്റെ സംശയരോഗം ഞാൻ ഇപ്പം മാറ്റിത്തരാം. മിസ്റ്റർ കാശിനാഥ്, തന്നോടാ ചോദിച്ചത്. തനിക്ക് ചെവി കേട്ടൂടെ? അത് ആരുടെ കാറാണെന്ന്? അതെന്റെ ട്വിൻ ബ്രദറിന്റെയും ഫ്രണ്ടിന്റെയാ. വാട്ട്? ട്വിൻ ബ്രദറോ? നിങ്ങൾ പറഞ്ഞത് ട്വിൻ ബ്രദർ എന്ന് തന്നെയല്ലേ? മാറിയിട്ടൊന്നുമില്ലല്ലോ. ഞാൻ അത് തന്നെ പറഞ്ഞത്.